സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 24 വെള്ളി. പ്രതികൾക്കൊപ്പമോ പോലീസ്? കാലം എത്ര കണ്ടു മാറിയാലും മനോഭാവം മാറ്റുകയില്ലെന്ന പിടിവാശിയിലാണോ കേരള പോലീസ്? തല്ലേണ്ട അമ്മാവ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിനെ രക്ഷിക്കുന്നതിന് പോലീസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നതായി ഹൈക്കോടതി പറഞ്ഞത് കേരള പോലീസിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. പ്രതിക്ക് ജയിൽ ഒഴിവാക്കുന്നതിന് പോലീസ് ഉന്നതരുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഉണ്ടായോ എന്ന് അന്വേഷിക്കണമെന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ നിർദ്ദേശിച്ചത്. ഗുരുതര കുറ്റകൃത്യം ആരോപിച്ചുള്ള കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ഉടൻ വിട്ടയക്കേണ്ടി വന്നത് സർക്കാർ പോലീസ് സംവിധാനങ്ങളുടെ പരാജയം കൂടിയാണെന്നാണ് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞത്. യഥാവിധി അന്വേഷണ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇടപെടുമെന്ന മുന്നറിയിപ്പും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ പ്രതി റാം ഇന്നലെ വീണ്ടും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കേസിലെ വീഴ്ചകളുടെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും ക്രൈംബ്രാഞ്ച് SP ഇന്ന് ഹൈക്കോടതി മുമ്പാകെ ഹാജരാകേണ്ടതുണ്ട്. ഡോക്ടർ റാമിനെതിരായ കേസിനെ തുടക്കം മുതൽ തികഞ്ഞ ലാഘവത്തോടെയാണ് പോലീസ് സമീപിച്ചത്. ഏപ്രിൽ 10 നിതിൻ രാജ് മരണപ്പെട്ടതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണവുമായി ബന്ധപ്പെട്ട് റാമിന്റെ പേര് അന്നു മുതൽ ഉയർന്നു വന്നതാണ്. ആ സമയത്ത് അഞ്ചരക്കണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന റാമിനെ ഒളിവിൽ പോകാൻ അവസരം നൽകിയതു മുതൽ കേസിലെ കള്ളനും പോലീസും കളി ജനങ്ങൾക്ക് നന്നേ ബോധ്യപ്പെട്ടിരുന്നു. റാമിനെതിരായ ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് വരുത്താനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത്. റാമിനെതിരായ മൊഴികളും സാഹചര്യ തെളിവുകളും ഉയരുമ്പോൾ അത് അവഗണിക്കാൻ അന്വേഷണ സംഘം വളരെയേറെ ജാഗ്രത കാട്ടി. മരണകാരണം വായ്പാ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണെന്ന് വരുത്താനാണ് പോലീസ് പലപ്പോഴും ശ്രമിച്ചത്. പിന്നീട് കോടതിയുടെ കർശന ഇടപെടലും നിരീക്ഷണവും ഉണ്ടായതോടെയാണ് പേരിനെങ്കിലും പോലീസ് ചട്ടപ്പടിയായത്. കേസിൽ ജില്ലാ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സാധിച്ചു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ലഭിക്കാതെ വന്നതോടെ കീഴടങ്ങുകയല്ലാതെ വഴിയില്ലെന്ന് മനസ്സിലാക്കി സ്വമേധയാ കോടതിയിലേക്ക് വരുന്നതിനിടയിലാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ പ്രതിയെ കുടകിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യം ചുറ്റിയിട്ടും തുമ്പ് കിട്ടാത്ത പോലീസിന് ഒടുവിൽ പ്രതി സ്വമേധയാ കീഴടങ്ങാൻ എത്തുമ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നതിൽ ആശ്വസിക്കാം. എന്നാൽ അറസ്റ്റിന് ശേഷവും പോലീസ് തങ്ങളുടെ ഉത്തരവാദിത്തം വിസ്മരിച്ചുവെന്നാണ് തലശ്ശേരി സെഷൻസ് കോടതിയിലെ നടപടികളും കോടതി ഉത്തരവും വ്യക്തമാക്കുന്നത്. അന്ന് തന്നെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നതിന്റെ പേരിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. കേരളത്തെ ഞെട്ടിച്ച ഒരു ആത്മഹത്യയിൽ ജാതി അധിക്ഷേപം നടത്തിയെന്ന ആരോപണം ബന്ധുക്കളടക്കം ഉന്നയിച്ച സുപ്രീം കോടതി വരെ പോയിട്ടും മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത അങ്ങേയറ്റം പൊതുശ്രദ്ധ നേടിയ വിവാദമായ ഒരു കേസിലാണ് വളരെ ലാഘവത്തോടെ പോലീസ് പെരുമാറിയത്. മലയാളം അറിയാത്ത പ്രതിക്ക് അയാൾക്ക് അറിയാവുന്ന ഭാഷയിൽ അറസ്റ്റ് മെമ്മോ കൊടുക്കണമെന്ന പ്രാഥമിക ധാരണ പോലും പോലീസിനില്ലാതെ പോയതോ അതോ മനഃപൂർവ്വമോ എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്തത് DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട പ്രാഥമിക കാര്യങ്ങൾ പോലും പോലീസ് ചെയ്തില്ലെന്ന് വരുമ്പോൾ ആർക്കൊപ്പമാണ് നമ്മുടെ പോലീസ് എന്ന് ചോദിക്കുന്നവരെ കുറ്റം പറയാനാകുമോ? എന്തായാലും നടപടിക്രമത്തിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായാണ് ആഭ്യന്തര വകുപ്പ് അടക്കം വിലയിരുത്തിയത്. അതുകൊണ്ടുകൂടിയാണ് കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും. ഒരു മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതിക്ക് ജയിൽവാസം ലഭിക്കാതിരിക്കാനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഗൂഢാലോചന നടന്നുവെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറയുമ്പോൾ ഭരണ നേതൃത്വത്തിന് ലജ്ജാഭാരത്താൽ തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു. ആരാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം? പണവും ക്രിമിനൽ മനോഭാവവും മാത്രമല്ല, പോലീസിനുള്ളിൽ കറപറ്റിപ്പിടിച്ച ജാതി വെറി കൂടി ഇത്തരമൊരു വിഷമസന്ധിയിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. പുതിയ സർക്കാർ അധികാരത്തിലേറി അധിക നാളായില്ല. മയക്കുമരുന്നിനെതിരായി ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദേശീയ ശ്രദ്ധ നേടിയ ഇടപെടലാണ്. ഒരു തലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള അത്തരം മാതൃകാ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും ചിലർ തങ്ങളുടെ ശീലങ്ങൾ മാറ്റില്ലെന്ന നിലപാടിലാണെങ്കിൽ അവരെ തിരുത്തേണ്ടത് ഭരണ നേതൃത്വമാണ്. രാജ്യത്തെ കുറ്റാന്വേഷണ മികവിൽ മുന്നിൽ നിൽക്കുന്നവരാണ് കേരള പോലീസ്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും നിഷ്പക്ഷ നീതി നിർവഹണം ഒരളവോളം സാധ്യമാക്കുന്നതിലും നമ്മുടെ പോലീസ് മറ്റു സംസ്ഥാനങ്ങളിലെ സേനയേക്കാൾ എന്തുകൊണ്ടും മുന്നിലുമാണ്. എന്നാൽ അഴിമതി, ജാതിവെറി, വർഗീയത, പണത്തോടുള്ള ആർത്തി, ദുരാധികാര പ്രേമം, ക്രിമിനൽ സ്വഭാവം എന്നിവയിൽ കേരളത്തിലെ പോലീസ് മുന്നിലെത്താനുള്ള മത്സരത്തിലാണെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നു. നിശ്ചയമായും ഇത് അനുവദിക്കാതിരിക്കാനുള്ള ജാഗ്രത പോലീസ് തലപ്പത്തും ആഭ്യന്തര വകുപ്പിനും ഉണ്ടാവണം.